സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടമാണ്. അങ്ങനെ പോകുമ്പോൾ ഏത് സൂപ്പർ ഹീറോയിലേക്കാണ് പോവുക? ഓഫ് കോഴ്സ് എനിക്ക് സൂപ്പർ ഹീറോ ഫിലിംസ് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആക്ച്വലി ഡെഡ്പൂൾ ആണ്. കാരണം എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. സോ ആക്ച്വലി ചെയ്യാൻ കൂടുതൽ ആക്ഷനാണ്, പക്ഷെ കാണാൻ കൂടുതൽ ഹ്യൂമറാണ്. സോ എനിക്ക് ആക്ച്വലി ഡെഡ്പൂൾ ആണ് ഫേവറേറ്റ് ഹീറോ, സൂപ്പർ ഹീറോ. ഈ കഥാപാത്രം എടുക്കുമ്പോൾ കുറച്ച് തയ്യാറെടുപ്പ് എന്തായാലും ഉണ്ടാകണം. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എന്താണ് എടുത്തത്? സോ ആക്ച്വലി ഇതിലെ ഫിസിക്കൽ പ്രിപ്പറേഷൻ ആയിരുന്നു ഏറ്റവും ഇൻറ്റൻസ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്സും അതായിരുന്നു. ഓക്കെ, ആൻഡ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. കാരണം ഹൗ ഡു യു ട്രെയിൻ ടു ബി എ സൂപ്പർ ഹീറോ അല്ലേ? സോ ഞങ്ങൾ ആക്ച്വലി ആദ്യം യാനിക്കിൻ്റെ അടുത്താണ് സംസാരിച്ചത്. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തത് യാനിക്കാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് വളരെ സിമ്പിളായിരുന്നു. ആദ്യം ഒരു ഒരു റിയൽ ഫൈറ്ററായി മൂവ് ആവാൻ കംഫർട്ടബിൾ ആവുക. ബേസിക്കലി ഒരാൾ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഒരു പഞ്ചിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ പറയാൻ പറ്റും ഒരാൾ സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ജോഫിൽ കോച്ചിനെ മീറ്റ് ചെയ്തു. ജിംഖാന ബോയ്സിനെ ട്രെയിൻ ചെയ്ത അതേ കോച്ചാണ്. ആൻഡ് കോച്ചാണ് എന്നെ ട്രെയിൻ ചെയ്തൊരു ഫൈറ്ററാക്കി കൊണ്ടുവന്നത്.